ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മുരുടേശ്വര ടെമ്പിളിലോട്ടാണ്. ലോകത്തിൽ തന്നെ പ്രശസ്തമായ ശിവക്ഷേത്രത്തിലൊന്നാണ് മുരുടേശ്വര ടെമ്പിൾ. അപ്പോൾ നമുക്ക് ടെമ്പിളിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. മുരുടേശ്വര ക്ഷേത്രം ആദ്യമായി കാണുന്നവർ അത്ഭുതപ്പെടുന്നതാണ്. ഭയങ്കര അതിൽ സംശയമേ ഇല്ല. ലോകത്തിൽ തന്നെ ശിവന്റെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ പ്രതിമയാണ് ഇവിടെയുള്ളത്. ഉത്തര കന്നഡ ജില്ലയിലെ ഭട്കൽ താലൂക്കിലാണ് മുരുടേശ്വരം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം തന്നെയാണ് പേരിന്റെ ഉദ്ഭവത്തിനും കാരണം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തുന്നവർ മുരുടേശ്വര ക്ഷേത്രം കാണാതെ പോകുന്നത് വലിയ നഷ്ടമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വെറും ഒരു അരയ ഗ്രാമം മാത്രമായിരുന്നു മുരുടേശ്വരം. RN ഷെട്ടി എന്ന മനുഷ്യ സ്നേഹിയുടെ കഠിന പ്രയത്നമാണ് ഫലമായാണ് മുരുടേശ്വരം ഉയർന്നു പൊങ്ങുന്നത്. അറബിക്കടലിന്റെ തീരത്ത് കടലിന്റെ മുകളിലായി തന്നെ ഇത്തരമൊരു അത്ഭുതം സൃഷ്ടിച്ചത് ഈ നാടിൻ്റെ കലവരം മാറ്റുകയായിരുന്നു. ക്ഷേത്രവും ക്ഷേത്ര ഗോപുരവും ക്ഷേത്രങ്ങൾക്കൊപ്പരം ലോകത്തെ ഞെട്ടിച്ച ശിവപ്രതിമയുണ്ടാക്കിയപ്പോൾ സഞ്ചാരികളെ ആകർഷിച്ച ഒരിടമാണ്. ഇതോടെ അരയന്മാരുടെ ജോലികൾ ജീവിത നിലവാരവും മാറിമറിഞ്ഞു. മൂന്ന് വശവും അറബിക്കടലായി ചുറ്റിപ്പറ്റി കിടക്കുന്ന കണ്ണുകൾ കുന്നിൻ മുകളിൽ ചെയ്യുന്ന 123 അടിയുള്ള ശിവപ്രതിമ. പിന്നെ ഇവിടെ ഫുള്ളും ബീച്ചുണ്ട് ഗായ്സ്. കുറേ ആൾക്കാർ ഇവിടെയൊക്കെ കളിക്കുന്നുണ്ട് ബീച്ചിൽ. നമ്മളൊരു ഉച്ച സമയമൊക്കെ ആയിരുന്നു വന്നത്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് മുരുടേശ്വരം. കുറേ കേരളത്തിൽ നിന്ന് തന്നെ കുറേ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. വലിയ ബീച്ചാണ് ഗൈസ് ഇവിടെ ഉള്ളത്. വലിയ ബീച്ചാണ്. 3 ഭാഗവും ഇവിടെ ബീച്ചാണ് ഗൈസ്. അറബിക്കടലാണ്. കുറേ ആൾക്കാരും ഉണ്ട് അവിടെ ബീച്ചിലൊക്കെ. എവിടെ നിന്ന് നോക്കിയാലും അതിമനോഹരമായ ഫ്രെയിമുകളും വിഷ്വലുകളുമാണ്. മുരുടേശ്വരൻ എന്ന് പറഞ്ഞ ശിവനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. പഴക്കമുള്ള പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങൾ പോലെ മുരുടേശ്വര ക്ഷേത്രത്തിനുണ്ട് രസകരമായ ഐതിഹ്യങ്ങൾ. അമരത്വം കൈവരിക്കാൻ ശിവനെ പ്രീതിപ്പെടുത്തി വരമായി ലഭിച്ച ആത്മലിംഗം രാവണൻ ലങ്കയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ലങ്കയിൽ സ്ഥാപിക്കുന്നതുവരെ മറ്റൊരിടത്തും നിലത്ത് വെക്കാതിരിക്കണം ശിവൻ രാവണനോട് പറഞ്ഞു. അതേസമയം രാവണൻ മർത്യനാവുന്നത് ദേവന്മാരെ അലട്ടി. അത് തടയാൻ തന്നെ വിഷ്ണുവും ഗണപതിയും തീരുമാനിച്ചു. സൂര്യാസ്തമ പൂജകളിൽ വളരെ നിഷ്ഠ പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു രാവണൻ. സൂര്യനെ മറിച്ച് അസ്തമയ പ്രതീതി വിഷ്ണു സൃഷ്ടിക്കുകയും ആ തക്കം നോക്കി ലിംഗവും വഹിച്ച് ഗോകർണത്തിലെത്തിയ രാവണൻ കയ്യിൽ നിന്നും ബ്രാണബാലന്റെ വേഷത്തിൽ ഗണപതി ശിവലിംഗം കൈക്കലാക്കുകയുമായിരുന്നു ചെയ്തത്. വാക്കുതെറ്റിച്ച് ശിവലിംഗം നിലത്തു വെച്ചുവെന്ന് മണ്ണിലുറഞ്ഞ ശിവലിംഗത്തെ വലിച്ചു ശ്രമിക്കുകയും ചെയ്തു. ഫലപ്രയോഗത്തിൽ ആത്മലിംഗത്തിന്റെ ഭാഗങ്ങൾ പലയിടങ്ങളിലായി തെറിച്ചുപോയി. ഇതിൽ ലിംഗത്തിന്റെ പൊതിഞ്ഞ തുണി കൊണ്ടുള്ള ആവരണം പതിച്ച സ്ഥലമാണ് മുരുടേശ്വരം. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്തഗിരി എന്ന് പറയപ്പെടുന്നത്.
മുരുടേശ്വര ക്ഷേത്രത്തിനുള്ളിൽ തന്നെ മുഴുവൻ ഐതിഹ്യത്തിൻ്റെ ചിത്രീകരണം ഉണ്ട്. പിന്നെ ശില്പത്തിൽ കൊത്തിവെച്ച പ്രത്യേക ഇനത്തിൽ ഉണ്ട്. ഐതിഹ്യത്തെക്കുറിച്ചുള്ള അറിവ് ഈ കാഴ്ചകളെ ആസ്വാദികരമാക്കുന്നു. ഭൂകൈലാസ ഗുഹ എന്നാണ് പേര്. ഈ ഗുഹയിലോട്ട് ചെല്ലാൻ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. വലിയ ആൾക്കാർക്ക് 20ഉം ചെറിയ കുട്ടികൾക്ക് 10ഉം ആണുള്ളത്. രാമനാഗപ്പ ഷെട്ടി എന്ന വ്യവസായി കുടുംബത്തിൻ്റെ ഈ ക്ഷേത്രവും ചുറ്റപ്പെട്ട എല്ലാ സ്ഥലങ്ങളും 1977 ഷെട്ടി മുൻകൈ എടുത്താണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാര പ്രവൃത്തി ആരംഭിക്കുന്നത്. 123 അടിയുള്ള ശില്പം കോൺക്രീറ്റിൽ തീർത്തതാണ്. മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം. ലോകത്തിലെ ഏറ്റവും വലിയ ഗോപുരത്തിലൊന്നാണ് മുരുടേശ്വരം. 20 നിലകളും 289 അടി ഉയരവുമുള്ള ക്ഷേത്ര കവാടവും ലക്ഷ്യങ്ങൾക്ക് മേഴേകുന്നു. ഒത്തുപണികൾ ചെയ്ത ഗോപുരം ആരെയും ആകർഷിക്കുന്നതാണ്. 20 നില കെട്ടിടത്തിൻ്റെ 18ാം നിലയിലേക്ക് 10 രൂപക്ക് അവിടെ മുകളിലോട്ട് പോകാം. ലിഫ്റ്റിലോട്ട് അങ്ങനെ പോകാം. ലിഫ്റ്റിൽ പോകാം. 18ാം നിലയിലെ ജനലഴികളിൽ കൂടെയുള്ള ക്ഷേത്രത്തിൻ്റെയും കടലിൻ്റെയും കാഴ്ച അതിമനോഹരമാണ്. രാവണൻ്റെയും നന്ദിയുടെയും മറ്റ് കുറേ ശില്പങ്ങളൊക്കെ തീർത്ത ഒരു ക്ഷേത്രമാണ് മുരുടേശ്വരം. എല്ലാവരും വരേണ്ട നല്ലൊരു പ്ലേസ് തന്നെയാണ് മുരുടേശ്വരം. ഇവിടുത്തെ വലിയ ഒരു നന്ദിയാണ് ഇത്. ഇതാണ് ഭൂകൈലാസ കേവ്. ഇവിടെ പിന്നെ 20 രൂപയാണ് വലിയ ആൾക്ക്, 10 രൂപ കുട്ടികൾക്കുമാണ്. കുറേ നേരത്തെ പറഞ്ഞ ഐതിഹ്യത്തിൻ്റെ ഓരോ ഇതാണ്, ചിത്രങ്ങളല്ല ഇത് ശില്പങ്ങളിലൂടെ തീർത്തതാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കഥ തന്നെയാണിത്. കുറേ ഉണ്ട് ഗൈസ് ഇവിടെ കാണാനായിട്ട്. കുറേ ഉണ്ട്, കേവ് കുറേ ഉണ്ട്. വലിയ ഗണപതിയൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്.
ഇതാണ് ഗായ്സ് ശിവൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠ. നമ്മൾ പുറത്ത് വന്നു, കേവിൻ്റെ പുറത്ത് വന്നു. കുറേ ആൾക്കാരുണ്ട്. ഇത് ആടെയുള്ളൊരു ദൈവത്തിൻ്റെ ഒരു കുടിലാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും വരണം ഈ ശിവപ്രതിമേനെ കാണാനായിട്ട്. എല്ലാവരും വരേണ്ട നല്ലൊരു പ്ലേസാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. മൂകാംബികയിൽ പോയ വീഡിയോ ആയിട്ട് ഇനിയും വരികയാണ്. ഓക്കെ, ബൈ ഗൈസ്.